ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ ഇതാ അമ്മയും ചക്കരയും കൂടെ പോയിട്ട് കേക്ക് വാങ്ങി വന്നിട്ടുണ്ട്. കേക്ക് സ്റ്റുഡിയോയിൽ നിന്നായിരുന്നു ഡെലിവറി. അത് അമ്മ കാട്ടിപ്പടിയെ പോയി പിക്ക് ചെയ്തതാണ്. അന്നേരം വല്യമ്മ കണ്ടായിരുന്നു, വല്യമ്മ വാങ്ങി. ഇങ്ങനെ ഞങ്ങൾ അകത്തേക്ക് നടന്നു. ഇതാണ് ഗൈസ് നമ്മുടെ കേക്ക്, അടിപൊളി കേക്കാണ്. ഫോണ്ടൻ്റ് ഒക്കെ ഉണ്ട് ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഫോണ്ടൻ്റ് ആയതുകൊണ്ട് ഫോണ്ടൻ്റ് ഒക്കെ ഉണ്ട്. അന്നേരം എൻ്റെ പേര് അനിക എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അതിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. THAI ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു പ്രശ്നം, ഇതത്രയേ ഉള്ളൂ. അപ്പോഴാണ് ഗൈസ് നമ്മൾ പോകുമ്പോൾ വല്യമ്മ എനിക്കൊരു പുതിയ സൈക്കിൾ തന്നു. വല്യമ്മ മാറ്റി വരാൻ വേണ്ടി പുതിയ സൈക്കിൾ തന്നു ഗൈസ്. പുതിയ സൈക്കിൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് ഗിഫ്റ്റായിട്ട്, ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നതാണ് ഈ ഇത്രയും പുതിയ സൈക്കിളൊക്കെ. ഞാൻ അന്തം വിട്ടുപോയി. നേരെ ഞാൻ അതിൽ കയറി. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഓടിച്ച് നോക്കി, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കളർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് തുടങ്ങി. അപ്പം എന്താ, ഞങ്ങളിവിടെ ഡെക്കറേഷൻ പരിപാടിയിലൊക്കെ ആയിരുന്നു. അന്നേരം ഞങ്ങൾ അങ്ങോട്ട് നിന്ന് അവളെനിക്ക് മഞ്ചായിരുന്നു തന്നത്. പിന്നെ ലൗന വന്നു, അത് 7th ഫ്രണ്ടാണ് കേട്ടോ. എനിക്ക് പല ടൈപ്പ് ഓഫ് ഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ടാണ് അവൾ വന്നപ്പോൾ എനിക്ക് കേക്ക് കൊണ്ടുവന്നു. എന്ത് രസമായിരുന്നു എന്നറിയോ ഗൈസ് എൻ്റെ ബർത്ത്ഡേ. അങ്ങനെ ചക്കുരു എല്ലാ ഇതും സെറ്റാക്കുകയാണ്. മറ്റേ ഡെക്കറേഷൻസൊക്കെ അങ്ങനെ ഇതാണ് നമ്മുടെ ഔട്ട്ലുക്ക്. എന്നിട്ടും കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു തോന്നുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഒരു ഔട്ട്ലുക്ക്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ ബർത്ത്ഡേൻ്റെ ഇതുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് കൊടുത്തു. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് വിഘ്നേഷ്. അവൻ എനിക്ക് ഗിഫ്റ്റ് തന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ താങ്ക് യു പറഞ്ഞതാണ് അവൻ അങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചത്. അമ്മച്ചൻ വരുമ്പോൾ പിന്നെ ലേസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ അതാ വല്യമ്മയൊക്കെ വന്നു. പിന്നെ ഋതിക വന്നു ഗൈസ്. അതും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ടാണ്. എന്താ, ഞങ്ങൾ ഒരുമിച്ചാണ് LKG മുതലേ പഠിക്കുന്നത്, ഞാനും വിഘ്നേഷൊക്കെ ഋതികയൊക്കെ. അങ്ങനെ അവൾ വന്നു. അവളും ഒരു ഡ്രസ്സിങ് കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ദ്രോഹിക്കുട്ടനൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അമ്മച്ചൻ വന്നു. അമ്മച്ചനും അമ്മച്ചൻ്റെ ഫ്രണ്ടും വന്നു. അവരൊക്കെ കുറേ, അമ്മച്ചൻ വന്നത് കുറേ ലേസായിട്ടാണ്. പിന്നെ ഞങ്ങളതൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ബർത്ത്ഡേ ആകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ അടിപൊളി ഇതുണ്ട്. ആണ് ഗൈസ് ഞങ്ങൾ തിന്നേൻ്റെ വേസ്റ്റൊക്കെ ചക്കര അടിച്ച് വരുന്നത്. പിന്നെ പാപ്പാടി വന്നു ഗൈസ്. ഇപ്പോൾ വയ്യ ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. പാപ്പായി വന്നപ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു. പിന്നെ അച്ചച്ചനുണ്ട്, അമ്മച്ചൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു വീട്ടിൽ. അന്നൊരു അടിപൊളി ഡേ ആയിരുന്നു. പപ്പതാ അവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നു. പിന്നെ പപ്പയുടെ ഒരു ഫ്രണ്ട് വന്നു, ഇസ്മയിൽ എന്നാണ് പേര്. ആ ഇസ്മയിൽ കാക്ക വന്നു. പിന്നെ ഇതാരായിരുന്നു, നമ്മുടെ ബാബു വീട്ടിൽ പൊന്നുമാമി ഗൈസ്, എൻ്റെ മാമി. അതായത് ഒരു റിലേഷനിലുള്ള ഒരു ഏറ്റവും അടുത്ത മാമിയാണ്, സ്വന്തം മാമിയാണ് കേട്ടോ. പിന്നെ പാപ്പി വന്നു. മാമിക്ക് കേക്ക് തന്നു. അതേപോലെ പാപ്പി ആകുമ്പോൾ ഇത് തന്നു, വാച്ചും തന്നു, ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ചും തന്നു. ഫാസ്റ്റ് ട്രാക്കിൻ്റെ തന്നെ ബാഗും തന്നു. അടിപൊളിയെന്ന് കേട്ടോ. പിന്നെ ലിയമോൾ ഞാൻ ആദ്യം വിളിച്ചപ്പോൾ തന്നെ വന്നില്ല. പിന്നെ നല്ല ചിരിയൊക്കെ ആയിരുന്നു ഗൈസ്, നല്ല രസമായിരുന്നു. അപ്പോൾ ഒക്കെ ഞാൻ കുറേ കളിപ്പാട്ടൊക്കെ കൊണ്ടുപോയി കൊടുത്തിരുന്നു കേട്ടോ. ഇങ്ങനെ ഇതിലും നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളോടൊക്കെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആൾ നല്ല ആക്റ്റീവായിരുന്നു അന്ന്. ഞാൻ വിളിച്ച അപ്പോൾ വരില്ല, പക്ഷെ ആ സമയത്ത് എന്തോ ഒരു ഇതില് വന്നു. അതായത് ഞാനടുത്ത് കൊലായിലേക്ക് പോവാണ്. നേരെ ഞാൻ ടോയ്സൊക്കെ വെച്ച് കൊടുത്തു. അപ്പോഴാണ് നമ്മുടെ തേജമോൾ വന്നത്. തേജേച്ചി, ജേച്ചി, അതൊക്കെ ആൻറ്റിമാരാണ്, മഞ്ഞു ചേട്ടൻ, അങ്ങനെ അവർ വന്നത്. അപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനിവരൊന്നും വരുമെന്ന് വിചാരിച്ചില്ല. ഞാൻ വിളിച്ചിട്ട് വരുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ വന്നു ഗൈസ്. അങ്ങനെ നമുക്ക് ടോട്ടൽ കേക്ക് കട്ട് ചെയ്യാൻ ഉള്ള സമയമായിട്ടുണ്ട്. എനിക്ക് 3 കേക്ക് ഉണ്ടായിരുന്നു. ഒന്ന് നമ്മൾ മേടിച്ചത്, ഒന്ന് ലവന കൊണ്ടു തന്നത്, ഈ റെഡ് ലവന കൊണ്ടു തന്നതാണ്.
ഈ ഒരു ബ്ലാക്ക് അല്ല റെഡ് മാമി കൊണ്ടുത്തന്നതാണ്, ഈ ബ്ലാക്ക് ലൗഡ കൊണ്ടുത്തന്നതാണ്. പിള്ളേരും ഇങ്ങനെ വരാൻ തുടങ്ങി. ഭയങ്കര ഹാപ്പി ആയി. ഇപ്പം എനിക്ക് പിന്നെ ചക്കുരു ഹാമ്പറാണ് തന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പിന്നെ ഇത്രയും ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്തു. എനിക്ക് നല്ല എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈം ബർത്ത്ഡേ. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഇതെന്നാണ്. അത്രയ്ക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു ബർത്ത്ഡേ ആണ്. അങ്ങനെ ഞാൻ കുറേ എല്ലാവർക്കും വായിലൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഓക്കെ, നമ്മുടെ മുഖത്തൊക്കെ ആക്കാൻ നോക്കി ശേഷം നേരെ എടുത്ത് മുഖത്തേക്കാണ് ഗൈസ് കൊണ്ടുപോയത് ആദ്യം. എന്നിട്ട് ബാക്കി മുഖത്തേക്ക് പ്രത്യേകിച്ച് ഫുള്ളും കഷ്ണം കടിച്ചിട്ട് ബാക്കിയെല്ലാം മുഖത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുഖത്തൊക്കെ തേച്ച് അന്ന് സന്തോഷമായി. അങ്ങനെ സെറ്റായിരുന്നു ഗൈസ് ബർത്ത്ഡേ. പിന്നെ അച്ഛൻ അമ്മച്ചൻ അങ്ങനെയൊക്കെ വന്ന് തുടങ്ങി. അച്ഛമ്മ, പപ്പ, അമ്മ അങ്ങനെ എല്ലാവരും വന്നു തുടങ്ങി ഗൈസ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ കേക്കിനും നല്ല അടിപൊളിയായിരുന്നു എല്ലാ കേക്കും. എനിക്ക് കിട്ടുന്ന എല്ലാ കേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാപ്പി തന്നു, എല്ലാവരും തന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയും. ലിയാമോക്കും ഞാൻ കുറച്ച് വായിൽ വെച്ച് കൊടുത്തു. എല്ലാം ഹാപ്പി ആയിരുന്നു. അങ്ങനെ അമ്മച്ചനൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ മാമന് വെച്ച് കൊടുത്തു, മാമിക്ക് വെച്ച് കൊടുത്തു. അച്ഛൻ്റെ ഏട്ടനാണ് കേട്ടോ ഇത്. അപ്പം അച്ഛന് വെച്ച് കൊടുത്തു, ഐഷൂട്ടിക്ക് വെച്ച് കൊടുത്തു, വെല്ലമ്മയ്ക്ക് വെച്ച് കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ എത്ര ആൾക്കാരുണ്ടോ എല്ലാവർക്കും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് കേക്ക് മുറിക്കുകയാണ്. എന്നിട്ട് ഞാൻ തന്നെ കഴിക്കും. ഇങ്ങനെയൊക്കെ കൊടുക്കാനില്ല ഗൈസ്. ഞാൻ ആർക്കോ കൊടുക്കണമെന്ന് വെച്ചാൽ ആദ്യം കൺഫ്യൂഷൻ അടിച്ചു. പിന്നെ ഞാൻ വെച്ചാൽ ഞാൻ തന്നെ കഴിച്ചാലോ. അപ്പോൾ ഞാൻ വെച്ചു വേണ്ട, ഇപ്പോൾ അങ്ങനെ കഴിക്കാൻ നിൽക്കണ്ട വിചാരിച്ച് അങ്ങനെ കഴിച്ചില്ല. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു കേട്ടോ. പിന്നെ മാമി കൊണ്ടുവന്ന കേക്കും ഞാൻ തന്നെ മുറിച്ച് ഞാൻ എല്ലാവർക്കും കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ 3 ഫ്ലേവറും, വാനില, റെഡ് വെൽവെറ്റ്, അതുപോലെ ചോക്ലേറ്റ് മൈ ഫേവറേറ്റ് ആണ്. അങ്ങനെ നമ്മൾ കഴിച്ചു. പിന്നെ എനിക്ക് തേജമോള് ഗിഫ്റ്റ് തന്നു. ഭയങ്കര തുള്ളിച്ചാട്ടത്തിലായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ ഗിഫ്റ്റൊക്കെ വാങ്ങി തേജമോള് വായിലിട്ട് വന്നു. എല്ലാം കൊണ്ടും ഞാൻ എന്തൊക്കെയോ ഒരു ഹാപ്പിനെസ്. അപ്പോൾ തേജമോള് പറഞ്ഞു ഞാൻ തന്നെ തിന്നോളാന്ന്. പിന്നെ ചക്കുര ഹാമ്പർ തന്നു. എനിക്ക് എന്തൊക്കെയൊക്കെയോ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ ഷെയർ ചെയ്തു. പിന്നെ നമുക്ക് അതിന് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. നേരം ഞങ്ങളിതാ എല്ലാവരും എല്ലാ ഫ്രണ്ട്സും ഫ്രണ്ട് അമ്മയും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു. ബിരിയാണി ആയിരുന്നു. ബിരിയാണി ഉണ്ടായിരുന്നു, ഇഷ്ടിക്കറി ഉണ്ടായിരുന്നു, ഉള്ളി ഉണ്ടായിരുന്നു, ഐസ്ക്രീമും ഉണ്ടായിരുന്നു ഗൈസ്. കുറേ ഉണ്ടായിരുന്നു. പിന്നെ ലിയോമോളെ വെച്ച് ആട്ടി കളിക്കില്ല എൻ്റെ പരിപാടി. ഫുഡ് കഴിച്ച് കഴിഞ്ഞേരം ലിയോമോള് വീഡിയോ എടുക്കുന്നത് നോക്കി നിൽക്കുക കേട്ടോ. ഞാൻ അവൾക്ക് ബലൂൺസൊക്കെ കാണിച്ചു കൊടുത്തു, കളിപ്പിക്കായിരുന്നു. വാവേതാ എന്തൊക്കെയോ പറഞ്ഞ് കളിക്കായിരുന്നു ഞങ്ങളന്ന്. അന്നായിരുന്നു ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഡേ. അങ്ങനെ എൻ്റെ ഗിഫ്റ്റ് പൊട്ടിക്കലൊക്കെ ആയി. അത് കഴിഞ്ഞ് എല്ലാ പാരൻസും കൂടെ ഇരുന്നു. പക്ഷെ അമ്മ ഇരുന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇരിക്കാൻ വിചാരിച്ചു. അങ്ങനെ അമ്മ ഇരുന്നില്ല. പിന്നെ ശ്രീരമ്മ വന്നു ഗൈസ്. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് വന്നത്. അതും എനിക്ക് ഡ്രസ്സൊക്കെ കൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് ഇത്രയും വീഡിയോ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ ഞങ്ങൾ